ബൈബിൾ എഴുതുക. നമ്മുടെ ബിസിനസിന്റെ, നമ്മുടെ സ്ഥാപനത്തിന്റെ ബൈബിൾ അല്ലെങ്കിൽ ഖുറാൻ നമ്മൾ എഴുതുക. സാധാരണ ഒരു ചെറിയൊരു ബിസിനസ്മാന് അവൻ്റെ ബിസിനസ്സിനെ എങ്ങനെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാം, അവൻ്റെ ടൈമിനെ എങ്ങനെ ക്വാളിഫൈ ചെയ്ത് യൂസ് ചെയ്യാം, നെക്സ്റ്റ് അവൻ്റെ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സിനെ അതേപോലെ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെ എങ്ങനെയൊക്കെ അവർ സെറ്റ് ചെയ്യാം, പിന്നെ ലീഗലി ഉള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം, ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ആഡ് ചെയ്യാനുണ്ട്. അതേപോലെ അവൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നിർബന്ധമായി പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അടിസ്ഥാനപരമായിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചു നിലപാടുകൾ. നമ്മളുടെ നിലപാടുകളാണ് നമ്മളെയും നമ്മുടെ ടീമിനെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത് എല്ലാ സിനാരിയിലും പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നിലപാടുകൾ സിറ്റുവേഷനനുസരിച്ച് മാറ്റുന്നതിന് പകരം നമ്മുടെ നിലപാടുകൾക്കനുസരിച്ച് ആ സിറ്റുവേഷനെ മാറ്റുക എന്നുള്ളതാണ്. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ നിലപാടുകൾ മാറുമ്പോൾ നിങ്ങൾ ഒഴുക്കിനനുസരിച്ച് പോകുന്ന ഒരാളായി മാറും. അതെല്ലാവർക്കും പോസിബിളാണ്. നമ്മുടെ നിലപാടുകൾക്കനുസരിച്ച് നമ്മളുടെ എൻവയോൺമെന്റിനെ മാറ്റുക എന്നുള്ളതാണ്, അതിനനുസരിച്ച് ഇങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ്. അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച ഒരു കാര്യമുണ്ട്. അതിൽ വിപരീതമായിട്ടൊരു സാധനം നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ അതിലേക്ക് മാറ്റുക? തീർച്ചയായിട്ടും മാറ്റാൻ കഴിയും. ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങൾ തീരുമാനിക്കുകയാണ് കടം കൊടുക്കില്ല, നാളെ വലിയൊരു ക്രെഡിറ്റ് സെയിൽ വേണ്ട. അതൊരു നിലപാടാണ്. ഈ നിലപാട് നമ്മൾക്കും നമ്മുടെ ടീമിനും അത് കറക്റ്റ് എത്തിച്ചു കഴിഞ്ഞാൽ നാളെ ഒരാൾ വന്ന് പറയാണ് നിങ്ങൾ എനിക്ക് ക്രെഡിറ്റ് സെയിൽ തരും, ഞാൻ ഞങ്ങൾക്ക് മാസം 100 സെയിൽ കൊണ്ടുതരാം, നിങ്ങൾ കൊടുക്കുകയില്ലയോ? ചാഞ്ചാട്ടം വരും. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിലപാടുകളാണ് നമ്മൾ പെർമനന്റ് ആയിട്ട് മാറ്റേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ പുതിയൊരാൾ വരുന്നു, ചിലപ്പോൾ വിശ്വസ്തനായിരിക്കാം, അല്ലെ, ഒരു ക്രെഡിറ്റ് വാങ്ങിക്കുന്നത് വിശ്വസ്തനായിരിക്കാം. അപ്പൊ നമുക്ക് തോന്നും ഇപ്പം വിശ്വസ്തനാണല്ലോ, കാര്യങ്ങളായിട്ട് അറിയാലോ. അവിടെയാണ് നമ്മളെ നിലപാട് എന്താണ്, കൊടുക്കില്ല എന്നാണ്. അവിടെയാണ് വ്യത്യാസം. നമ്മൾ ആളുകളെ വെച്ചിട്ടല്ല ബിസിനസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ സിസ്റ്റം പൊസിഷനെ വെച്ചിട്ടാണ്. ആ ഒരു പൊസിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ആ പൊസിഷനിൽ ആര് വന്നാലും അത് ചെയ്യാൻ പറ്റണം. അപ്പൊ നിങ്ങൾക്ക് ഒരു വിശ്വസ്തൻ ഇന്നടുത്ത് കയറി എന്ന് പറഞ്ഞിട്ട് ഇത് നിലപാടുകളിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ആ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിലപാടുകൾ മാറ്റം വരുത്തി പെർമനന്റ് ആക്കാതെ അതൊരു നിലപാടാണ്. ഞാൻ ക്രെഡിറ്റ് കൊടുക്കും എന്ന് പറയുന്ന നിലപാടാണ്, കൊടുക്കും എന്ന് പറയുന്നത്. പക്ഷെ അപ്പോൾ അത് കൺട്രോളബിൾ ആയിട്ടുള്ള രീതിയിൽ അപ്പം അത്തരത്തിലുള്ള ആളുകളെ അവിടെ അത് നിയന്ത്രിക്കാൻ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതും നമ്മൾ അവിടെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ മിസ്യൂട്ടിലൈസ് ചെയ്യപ്പെടും സിറ്റുവേഷൻ. ഈ പൈസ പിരിച്ചെടുക്കാൻ വേറെ ആൾക്കാരെ നമ്മൾ കൊണ്ടു നടക്കേണ്ടി വരും. അതൊക്കെ കാരണമായിരിക്കുമല്ലോ ചിലപ്പോൾ ഒരു നിലപാട് എടുത്തിട്ടുണ്ടാവുക, ഒരുപാട് എക്സ്പീരിയൻസ് ചാഞ്ചാട്ടം വരാനുള്ള പല സാഹചര്യം. ഈ ബിസിനസ്മാൻമാരൊക്കെ ചെയ്യുന്ന ഒരു പണി ഇതാണ്. ഞാൻ നിലപാടുകളൊക്കെ എടുക്കും, ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് എക്സ്പെൻസോ അല്ലെങ്കിൽ ലോസുകളൊക്കെ വരുമ്പോഴാണ് ഈ നിലപാടെടുക്കുന്നത്. പിന്നെ ഒരു പ്രോഫിറ്റ് കാണുമ്പോൾ അപ്പോഴാണ് ഈ ചാഞ്ചാട്ടം വരുന്നത്. വീണ്ടും ഇപ്പോൾ ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര വലിയൊരു പ്രോഫിറ്റ് കിട്ടും, ക്രെഡിറ്റ് കൊടുക്കണ്ടെന്നുള്ള തീരുമാനമാണ്. പക്ഷെ ഈ ക്രെഡിറ്റ് ഇന്ന ആൾക്കാണ് കൊടുത്തല്ലോ, ഇവര് അതിന് വന്ന് കയറി ബിഗ് ലോസിലേക്ക് പോകും. ആ ക്രെഡിറ്റ് തന്നെ കിട്ടാതെ ആവും. ഇതുപോലെ ഈ ഒരു ചാഞ്ചാട്ടം അപ്പോഴാണ് നടക്കുന്നത്. ഇതിനൊക്കെ ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, അല്ലേ? ബൈബിൾ എഴുതുക. നമ്മുടെ ബിസിനസിന്റെ, നമ്മുടെ സ്ഥാപനത്തിന്റെ ബൈബിൾ അല്ലെങ്കിൽ ഖുറാൻ നമ്മൾ എഴുതുക. ആ എഴുതിയത് നമ്മൾ എത്രത്തോളം പാലിക്കുന്നു അത്രത്തോളം നമ്മൾ ഗ്രോ ചെയ്യാനുള്ള സാഹചര്യം അവിടെ കൂടും. എന്ത് പ്രലോഭനങ്ങൾ വന്നാലും തെറ്റിക്കരുത്. അത് പലതരത്തിലാവാം. ഇവ ഏത് പുരാണ കഥകൾ എടുത്തു കഴിയുകയാണെങ്കിലും അവിടെ പ്രലോഭനങ്ങളുണ്ട്. പ്രലോഭനങ്ങളാണ് പല പ്രശ്നങ്ങളുടെയും കാരണം. മനസ്സിലായില്ലേ? അത് പലതരത്തിലാവാം. അപ്പം നമ്മൾ ആ പ്രലോഭനങ്ങളിൽ പെടാതെ നോക്കുക എന്നുള്ളത് നമ്മളുടെ കഴിവാണ്. അതാണ് നമ്മുടെ നിലപാടുകളിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയാ. നെക്സ്റ്റ് അടുത്തത് എന്താണ്? അടുത്തത്, നമ്മൾ എപ്പോഴും ഈ ബിസിനസ്സിലാണ് നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആണ്. നമുക്ക് വേറൊരു കാര്യം ചിന്തിക്കാനോ ഒന്നും തന്നെ നമുക്ക് സമയം കിട്ടാറില്ല. ഇനി എത്രയൊക്കെ അടുക്കി പെറുക്കി വെച്ചാലും നമ്മളുടെ ആ എൻവയോൺമെൻറ്റിലുള്ള ഒരു എക്സ്പോഷർ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് പുറത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് യാത്ര അനിവാര്യമാണ്. യാത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓണേഴ്സിന്. എവിടെയൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റുമോ. പലരും അത് കാണുന്നത് ഒരു എൻജോയ്മെൻറ്റ്, ലെഷർ ടൈം എന്നുള്ള രീതിയിലാണ്. പക്ഷെ അല്ലാതെയും നമുക്കതൊരു പഠനയാത്രയായിട്ട് നമുക്ക് എടുക്കാം. എവിടെ നമ്മൾ പോകുമ്പോഴും അവിടെ എല്ലാം നമുക്ക് അവസരങ്ങളുണ്ട്. അവിടെ നമുക്ക് കാണുന്നിടത്തൊക്കെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും.
അറിയാൻ പറ്റും. അത് ആളുകൾ കാണിച്ചു തരികയാണ്, നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാതെ. ബിസിനസ്മാന്റെ യാത്ര ഓൺലി എന്റർടൈൻമെന്റ് മാത്രമല്ല, എന്റർടൈൻമെന്റിന് മാത്രം പോകുന്ന യാത്രകളാണ് അധികവും ടൂർ പാക്കേജുകളൊക്കെ. പക്ഷെ ഇവിടെ ഒരു പഠനയാത്രയാണ്. അവരുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടും അതെങ്ങനെ അതുപോലെ അല്ലെങ്കിൽ പോലും ഇവിടെ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനാണ്. അപ്പോൾ അതാണ് ഇത്തരം യാത്രകൾക്ക് സമയം കണ്ടെത്തണം. തീർച്ചയായിട്ടും ഈ യാത്രകൾ നടക്കണം. എല്ലായിടത്തും ബിസിനസ് പോസിബിളാണ് ഹനീഫിക. ഏത് മേഖല എടുത്ത് നോക്കിയാലും അവിടെ ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഓൺടർപ്രനേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെങ്ങനെ അത് ചെയ്യുന്നു, ഒന്നുമില്ലാത്തടത്തുനിന്ന് ഒരാൾ എങ്ങനെ ഇത്ര കോടിക്കണക്കിന് ഒരു സാമ്രാജ്യം പടുത്തുയർത്തി, അയാൾക്ക് പോസിബിൾ ആണെങ്കിൽ എന്താണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പാലിയേക്കര ടോള്, അവിടെ നമ്മൾ നിർത്തി ഫാസ്ടാഗ് റീഡ് ചെയ്തിട്ട് വേണം മുന്നോട്ട് കടത്താൻ. പുറം ലോകം കാണാത്ത ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ മാത്രം നിൽക്കുന്ന, അത് എവിടെ ഏത് ടോൾ പ്രോസസ്സിൽ പോയാലും ഇതാണ് കാണുന്നത്. അത് കാണുന്ന ആളുകൾക്ക് ഇതൊരു വലിയ ടെക്നോളജിയാണ്. ഇവിടെ ദുബായിൽ നിർത്തുന്ന പ്രോസസ്സില്ല, പോകുന്ന സമയത്ത് ഈ ടാഗ് അടിക്കുകയാണ്, അല്ലേ? സമയം അവിടെ മെനക്കെടുക്കുന്നില്ല. അവിടെ ഒരു ക്യൂയിങ് സിസ്റ്റത്തിന്റെ ഒന്നും ഒരു ഇങ്ങനെ ടാഗ് പോലും ഉണ്ടെന്ന് പോലും റീഡ് ചെയ്യുന്നുണ്ടെന്ന് പോലും അറിയുന്നില്ല. ഇത് അറിയുന്ന ഒരാൾക്ക് അവിടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പം നമ്മുടെ പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് അറിയുവാൻ നമുക്ക് യാത്രകൾ പോകുന്നത് വളരെ നല്ലതാണ്. അത് പല ബാക്ക്ഗ്രൗണ്ടിൽ, പല സാഹചര്യങ്ങളിൽ നിന്ന് എല്ലാം എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നു അതൊക്കെ നമുക്ക് ഗൃഹസ്ഥമാക്കാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യാത്രകൾ പോവുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ യാത്രകൾ പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അത് ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഒരു ഓൺടർപ്രനറെ സംബന്ധിച്ചിടത്തോളം. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മനോഭാവം നമുക്കുണ്ടാവണം. എല്ലാത്തിനും വലിയൊരു മൈൻഡ് സെറ്റാണ്, വലിയൊരു മൈൻഡ് സെറ്റ്. നീയാണ് ശരി, ഞാനാണ് ശരി എന്നൊക്കെ പറയുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതല്ല, നിന്റെ സാഹചര്യങ്ങൾ നീ ശരിയാണ്, അവർക്ക് സാഹചര്യങ്ങളുണ്ടാവും, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. അതിനെ അതുപോലെ തന്നെ കാണാനും ആ മനോഭാവത്തോടു കൂടി അവരെ ആക്സെപ്റ്റ് ചെയ്യാനും, ഭൂമിയിലെ ജീവജാലങ്ങളെ, മനുഷ്യരെയൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ജോലി എടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ തായ്ലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത, നമ്മുടെ കൾച്ചറിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ജീവിത രീതിയാണ് അവിടെ. പക്ഷെ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അവരുടെ പെരുമാറ്റം, നമ്മളവിടെ 1 2 പറയുന്നവർ ദേഷ്യപ്പെടുന്ന കാണുന്ന സമയത്ത് അവരുടെ സാഹചര്യത്തിൽ അവരെല്ലാം ചിരിച്ചുകൊണ്ടാണ്, പുഞ്ചിരിച്ചുകൊണ്ടാണ് സംവദിക്കുന്നത്, സംസാരിക്കുന്നത് പോലും. ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്. വഴക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ യാത്രകൾ നമ്മളെ കണ്ണ് തുറപ്പിക്കും. കാരണം നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ എപ്പോഴും പറയാനുള്ള ഒരു വാക്കാണ് പൊട്ടക്കിണറ്റിലെ തവള. നമ്മൾ വിചാരിക്കുന്ന ഇതാണ് എല്ലാവരും, ഇതാണ് ഇതിൻ്റെ. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് മനസ്സിലേക്ക് കയറാൻ, ഇപ്പം ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ കൾച്ചർ നമുക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും അവിടെ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ അവരുമായിട്ട് ചിന്തിക്കണം. അത് നമ്മൾ ഓപ്പൺ മൈൻഡഡ് മാത്രമല്ല, അവരുടെ ചെരുപ്പ് ധരിക്കുക എന്നിട്ടൊരു ടൈം ഉണ്ട്. അവരുടെ ഡ്രസ്സ് ധരിക്കുക, അവരെന്തുകൊണ്ട് അങ്ങനെ ആയി, അവരുടെ സാഹചര്യം, അവർ ജനിച്ചു വളർന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യുക. തെറ്റ് ശരിയെന്നുള്ള വിശകലനത്തിനേക്കാളുപരി നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇങ്ങനെയും ഒരു ജീവിതമുണ്ട്. അപ്പൊ അവർക്കൊരു പക്ഷെ നമ്മൾ ഈ പാടത്തും പറമ്പിലൊന്നും നടക്കുന്ന ആ ഒരു കൾച്ചർ അവർക്ക് ഫെമിലിയർ ആയിക്കൊള്ളണമെന്നില്ല. മനസ്സിലായില്ലേ? ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അപ്പാർട്ട്മെന്റ്സിൽ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിക്ക് ഇത്തരത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മേ ബി കഴിയും, പക്ഷെ ചില ആളുകൾക്ക് കഴിയില്ല. പക്ഷെ ഇവരൊക്കെയും ഓരോരോ സാഹചര്യങ്ങളിൽ നിന്ന് വന്നതാണ് എന്നുള്ള ഒരു ആക്സെപ്റ്റൻസ് നമുക്കുണ്ടായാൽ അവിടെ നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുകയും, നമുക്കവിടെ പഠിക്കാനൊന്നുമില്ല, ഇവരൊന്നും നമ്മളുടെ അവിടെ അത്രയും എത്തിയിട്ടില്ലെങ്കിൽ അവിടെ നമുക്കൊരു സാധ്യതയുണ്ടോ എന്ന് പോലും നമുക്കറിയാം. അത് നോക്കാം. അതേപോലെ അതിനെ ഇങ്ങനെ തന്നെ ഫുള്ളായിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് കൊണ്ടുവരാം. അപ്പൊ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് യാത്രകൾ, ആ റിഫ്രഷ്മെന്റ് മൈൻഡില്. സാധാരണ ബിസിനസ്മാരുടെ യാത്രകളെ ആളുകൾ ശരിയായിട്ട് ഇങ്ങനെ ഇവിടെ ഈ തിരക്കിനിടയിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി, ഇതിനെ അങ്ങനെ കാണുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്മാൻമാർക്ക് തന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ യാത്ര ചെയ്യുമ്പോഴേ അവർക്ക് തോന്നും എന്തിനാ അപ്പോൾ അവിടെയൊക്കെ പോകുന്നത്, ഇവിടെ ഈ തിരക്കല്ലേ. അതുകൊണ്ട് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹറിബറി ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ്. അവർക്ക് ഈ കാര്യം നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോളം തന്നെ അല്ല. കാരണം അവർക്ക് ഒഴിവില്ല. ഇന്നോടത്തേക്ക് പോകണം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യും,
പക്ഷെ അങ്ങോട്ട് പോകാൻ ഇതുവരെ ഒഴിവിട്ടിയില്ല. പിന്നെ ഒരു ഫ്രീ ട്രിപ്പൊക്കെ കിട്ടുമ്പോഴൊക്കെയാണ് പോക്ക്. അങ്ങനെയൊക്കെയാണ് ആകുമ്പോൾ പിന്നെ ഇനി ഏതായാലും ഫ്രീ അല്ലേ വിചാരിച്ച് പോകുന്ന രീതിയിലൊക്കെയാണ് പോക്ക്. അങ്ങനെ ഇത് കുറ്റപ്പെടുത്താന്നുള്ളതല്ല, ഇത്തരത്തിൽ സംസാരിക്കുന്ന ആളുകൾ അതിനൊന്ന് ശരിക്കും ഒരു പ്ലാൻ അവർക്ക് വേണം. യാത്രക്കും ഒരു പ്ലാൻ വേണം. പോവുക അത് ചിലപ്പോൾ കമ്പനികൾ വേണം. ചിലർക്കൊക്കെ അങ്ങനെയുണ്ട്, എനിക്കൊക്കെ അങ്ങനെയാണ്. ഒറ്റയ്ക്ക് പോകാൻ ഞാൻ റെഡിയല്ല. ഒറ്റയ്ക്ക് പോകാൻ, യാത്രക്ക് പോകാൻ റെഡി ആകുമ്പോഴാണ് നമ്മളിൽ മാറ്റങ്ങൾ വരുള്ളൂ. ഇപ്പം നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോകണം, നമുക്ക് ഇന്ന ഫ്രണ്ട്സുകൾ വേണം, ഇന്ന ആളുകൾ വേണം, ഒരു ഗ്രൂപ്പ് വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൻ്റെ ആളാണ് ഞാൻ. അതുകൊണ്ട് പല യാത്രകളും ഇതുവരെ ഒറ്റയ്ക്കുള്ള യാത്രകളൊന്നും നടന്നിട്ടില്ല. ഇവൻ ഈ പറയുന്ന ഈ അവസരത്തിൽ നമ്മളൊരു കപ്പിലെത്തിക്കുക എന്നുള്ള പോലെ അങ്ങനത്തെ ചില യാത്രകൾ കൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓരോരുത്തരും ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യണം. നിങ്ങൾ കണ്ടില്ല, മൈൻഡ് സെറ്റിലുള്ള ഒരു കൂട്ടമായിട്ട് നിങ്ങൾ പോയെങ്കിലും അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് ചില യാത്രകൾ പോയി എന്നോട് പറഞ്ഞു. ഒന്നനുഭവം പറയാലോ, പറഞ്ഞോളൂ. ഒറ്റയ്ക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ മൈൻഡ് സെറ്റുള്ള ആളുകൾ പോകുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അപ്പോൾ നമ്മൾ ആ മൈൻഡ് സെറ്റുള്ള ആളുകളുടെ കോൺവെർസേഷനിലാണ് നമ്മൾ ഒതുങ്ങി നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ബന്ധനം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ചുറ്റുപുറമാണ് പിന്നെ നോക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒറ്റയ്ക്ക് ഒരുപാട് സ്ട്രീറ്റ്സിലൂടെ ഞാൻ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടന്നു, കുറേ ആളുകളെ ഒബ്സർവ് ചെയ്തു, കുറേ കാര്യങ്ങൾ അവിടെ പഠിക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ കാഴ്ചപ്പാട്, നമ്മൾ ആ ഒരു വില്ലിങ്നെസ് ആണ്, ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവണം. അതുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. എല്ലാവരും ഇത് ശരിയായ രീതിയിൽ എടുക്കണം എന്നില്ല. എല്ലാവരും ഇത് ഒറ്റയ്ക്ക് പോവാണെന്ന് പറയുമ്പോൾ അതിനെ പല അർത്ഥത്തിലും കാണും. പക്ഷേ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിന്തിക്കുന്നു എന്നുള്ളതും, ഇങ്ങനെ പോകുന്നത് കൊണ്ട് നല്ല ഉദ്ദേശത്തിലാണ് പോകുന്നതെങ്കിൽ അങ്ങനെ പോകുന്ന ആളുകൾ സമർത്ഥരുമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് ഇത് എന്തിനാണ് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? കുറേ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും വേണ്ടിയിട്ടാണ്. അതാണ് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ ആണ് അത്. ബ്യൂട്ടിഫുൾ.